എന്താ മുരളേട്ടാ? അത് മീര, അവള് പോയി. ഗൗരി, എന്താ ഇത്? ഇങ്ങനെ വിഷമിക്കാതെ. അന്ന് ഞാനാണല്ലോ മീരയോട് പറഞ്ഞത് ദേവികയുടെ നന്ദന്റെ ഒക്കെ കാര്യം. അതിന് ഈ മരണമായിട്ട് എന്താ ബന്ധം? എന്നാലും മീരയെ അന്നുണ്ടായ വഴക്ക്, ഞാൻ വഴക്ക് പറഞ്ഞതൊന്നും വേണ്ടായിരുന്നു. നീ വെറുതെ എല്ലാം കൂടെ കൂട്ടിവെച്ച് ചിന്തിക്കണ്ട. അന്ന് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ. ചന്ദ്രത്തെ മരുമകളെ ദേവികയാ, നന്ദന്റെ ഭാര്യ ദേവിക. അമ്പലത്തിൽ വെച്ച് ദേവികയെ താലി കെട്ടി സിന്ദൂര തിലകവും ചാർത്തി നന്ദൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മാസങ്ങളായി. നന്ദനെയും ദേവികയെ ഒരുമിച്ച് ജീവിക്കാൻ നിനക്ക് കനിവുണ്ടാവണം. ഗൗരി, എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു മുരളേണ്ട. ഗൗരി, ഗൗരി, എന്താ ഇത്? ആന്റി, ബ്ലാക്ക് കോഫി കുടിച്ചോ? നന്നായി. ഒരു കോഫി വേണമായിരുന്നു. കൊറേ നേരായിട്ട് വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. മീര സുഖായിരിക്കുന്നു കേട്ടപ്പോ എനിക്ക് ഒരു ഉന്മേഷം കിട്ടിയ പോലെ. താങ്ക് യു മോളെ. എനിക്ക് പോവാനുള്ള വണ്ടി വന്നു തോന്നുന്നു. ആന്റി സമാധാനമായിട്ട് കുടിച്ചോ, ഞാൻ പറഞ്ഞോളാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. ഗിരി, ഹോസ്പിറ്റലിൽ നിന്ന് വരാണല്ലേ? മീര, അവൾക്ക് എങ്ങനെയുണ്ട്? ചന്ദ്രമതി ആന്റി ഉണ്ട്, പിന്നെ ഭാർഗവി ആന്റി പോയിട്ടില്ല. വാ ഗിരി, അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്ക് ഗിരി. മോനായിരുന്നോ? ആശുപത്രിയിൽ മീരക്കുഞ്ഞ് സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? അകത്തുണ്ട്. ആന്റിയെ കൊണ്ടുവരണ ഗിരി വന്നേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.